ക്യാമറ ടെക്നിക് എക്സലന്റ്, എഡിറ്റിംഗ് വെരി ഗുഡ്. നല്ല ഫിലിം നല്ല അടിപൊളി. നോവലും അഭിനയവും ഡയറക്ഷൻ എല്ലാം നന്നായിരുന്നു. നല്ല പിന്നെ എടുത്തു പറയേണ്ട ഷമ്മി തിലകൻ്റെ ഒരു ക്യാരക്ടർ എടുത്തു പറയേണ്ടതാണ്. ഫ്രം ദ ബിഗിനിങ് ടു എൻഡ് ഗംഭീര ക്യാരക്ടറാണ്. അതുപോലെ നായിക എടുത്തു പറയേണ്ടതാണ്. നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്തൊരു രസമായിട്ട് പെർഫോമൻസൊക്കെ നല്ല ഗംഭീരമായിട്ടുണ്ട്. ഒരു ഡീറ്റെയിലിംഗ് ഇച്ചിരി കൂടിപ്പോയി ഇൻ്റർവെല്ലിന് വരെ ഒരു ശേഖരം ലാഗ് നമുക്ക് തോന്നും. ഇൻ്റർവെൽ കഴിഞ്ഞ് പടം നല്ല സ്പീഡ് തന്നെയാണ് പോകുന്നത്. മറ്റേ നായകനൊത്ത റോള് തന്നെ ഷമ്മി തിലകൻ ചെയ്തിട്ടുണ്ട്. ഷമ്മി തിലകൻ ഉഗ്രനായിട്ടുണ്ട് കേട്ടോ. നല്ല റോൾ ഷമ്മി തിലകൻ ചെയ്തിട്ടുണ്ട്. കട്ടയ്ക്ക് രണ്ടുപേരും പിടിച്ചു നിൽപ്പുണ്ട്. കുഴപ്പമില്ല, നല്ല സിനിമ, വാച്ചബിൾ മൂവിയാണ്, കുഴപ്പമൊന്നുമില്ല. നോവൽ ഞാൻ വായിച്ചിട്ടുള്ള നോവലൊക്കെ പോലെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ വന്നിട്ട് ഇൻ്റർവെൽ കഴിഞ്ഞ് വന്നിട്ട് ഇൻ്റർവെൽ വരെ നമുക്ക് ഇച്ചിരി ലാഗ് കൊടുക്കും. ഇൻ്റർവെൽ കഴിഞ്ഞ് നല്ല സ്പീഡ് തന്നെ പടം പോകുന്നത്. പടം അടിപൊളി പടം, കലക്കിൻ്റെ പടം. പൃഥ്വിരാജ് ഗോട്ട് ലൈഫിലും അടിപൊളി പടം ഇതായിരുന്നു. പൃഥ്വിരാജിന്റെ അഭിനയം കലക്കിൻ്റെ. ഓ നല്ലതായിരുന്നു, എല്ലാം കൊള്ളാം, നല്ല സിനിമയായിരുന്നു. എല്ലാം നല്ല പടം ഇഷ്ടപ്പെട്ടു. സിനിമ ചിലപ്പോൾ തോന്നിപ്പോകും ഷമ്മി തിലകന് വേണ്ടി മാത്രമുള്ള സിനിമ ആയിരുന്നു. അത്ര ഗംഭീര പെർഫോമൻസ്. അദ്ദേഹത്തോടെ ഒരു അവാർഡ് പ്രതീക്ഷിക്കാവുന്ന ഒരു സിനിമയാണ്. തിലകൻ സാറാണെന്നേ തോന്നുന്നു. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ തിലകൻ സാർ വന്ന് നിൽക്കാണെന്ന് തോന്നുന്നു. അത്ര ഗംഭീരമായ പെർഫോമൻസ് ആണ്. ഇത് പടം കാണുന്നവർ ഓരോരുത്തരും അത് പറയും, തർക്കമില്ല. ഇതിന് റിവ്യൂ ഈ റിവ്യൂ കണ്ടുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം പടം കാണുന്നവർ ഷമ്മി തിലകൻ പെർഫോമൻസ് കാണാൻ വീണ്ടും കയറും, ഉറപ്പാണ്. അടിപൊളിയായിരുന്നു. ആയതിൽ ഒരുപാട് സന്തോഷം. താങ്ക് യു. ഇനി നിങ്ങൾ പറയണം. എനിക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് അടിപൊളിയാണ്. ഗോ ആൻഡ് വാച്ച് ഇറ്റ്. താങ്ക് യു. അടിപൊളി സിനിമയാണ്. അടിപൊളിയാണ്. അതെ അടിപൊളിയായിരുന്നു. എല്ലാം വായിച്ചിട്ടുണ്ടായിരുന്നു. സിനിമ നല്ല വിഷ്വലായിട്ടുണ്ട്. അടിപൊളി പടം, പൊളിയല്ലേ, അടിപൊളിയായിട്ടുണ്ട്, പിന്നെ തീർച്ചയായിട്ടും നന്നായിട്ടുണ്ട്. എല്ലാവരും നല്ലൊരു ആക്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഫ്രണ്ടായിരുന്നു ഉണ്ണി, അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുമായിട്ട് വന്നെയാണ് നമ്മൾ പടം കാണാൻ. എന്തോ ഇല്ല വായിച്ചിട്ടില്ല. അതെ തീർച്ചയായിട്ടും. ഓക്കെ, താങ്ക് യു. തിലകൻ സാറിൻ്റെ ഒക്കെ ഒരു ഇതിൽ ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ? തിലകൻ സാറിൻ്റെ ഒക്കെ റെഫറൻസ് പിടിച്ച് ഷമ്മി തിലകൻ സാർ ചെയ്തിട്ടുണ്ടെന്ന് ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമ, പോയി കാണണം. എൻ്റെ ഹസ്ബൻഡ് നമ്മുടെ പൃഥ്വിരാജിൻ്റെയും അതേപോലെ തന്നെ ഷമ്മി തിലകൻ്റെയും മത്സരിച്ചിട്ടുള്ള ഒരു അഭിനയം തന്നെയായിരുന്നു. അതിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ ഷമ്മി തിലകൻ്റെ കഥാപാത്രം. അദ്ദേഹം നമുക്ക് ചില സമയത്ത് തിലകൻ ചേട്ടനെ ഓർമ്മ വരുന്നു. കാരണം അത്രയും കൈയടക്കത്തോടുകൂടി ഈ ഒരു കഥാപാത്രം അദ്ദേഹം വളരെ മനോഹരമാക്കിയിട്ടുണ്ടെന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ നായികയായാലും മറ്റുള്ള ആർട്ടിസ്റ്റുകളായാലും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. പിന്നെ സമയം ഇത്തിരി കൂടുതലായിരുന്നു, 3 മണിക്കൂറോളം ഉണ്ട്. പക്ഷേ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുന്ന രീതിയിൽ ഒട്ടും ഒരു പോരായ്മയായിട്ട് തോന്നിയില്ല. നല്ല രീതിയിൽ തന്നെ അത് കണ്ടാസ്വദിക്കാൻ പറ്റി. അത് ബോറടിപ്പിക്കാതെ കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഷമ്മി തിലകനായാലും പൃഥ്വിരാജ് ആയാലും നായിക ആയാലും നല്ല രീതിയിൽ തന്നെ മത്സരിച്ച് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. മറ്റുള്ള ആർട്ടിസ്റ്റുകളും നല്ല രീതിയിൽ തന്നെ കണ്ടിരിക്കാൻ പറ്റിയ നല്ലൊരു ചിത്രം തന്നെയാണ് വിരാട്. ഇതാണ് ജോച്ചെ അഭിനയിക്കേണ്ട പടം. ഈ പടത്തിൽ ജോച്ചെ അഭിനയിച്ചാണ്ടില്ല, അവാർഡ് വാരുമെന്ന്. അടിപൊളി പടം, കലകിണ്ട്. ഓക്കെ, ദിസ് ഈസ് ജോച്ചെ ചാലക്കുടി. അടിപൊളിയടാ. ഇതാണ്, ഇങ്ങനെയാണ് പടങ്ങൾ പിടിക്കുന്നത്. ഗോട്ട് ലൈഫ് പൃഥ്വിരാജ്.